Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തിരിച്ചടി സംബന്ധിച്ച തർക്കം തുടരുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി അതിരുവിട്ട് ന്യായീകരിച്ചതും തോൽവിക്കു കാരണമായെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനമുയർന്നു. പ്രകോപിതനായ വെള്ളാപ്പള്ളി CPI ചതിയൻ ചന്തുവാണെന്ന പരിഹാസവുമായി രംഗത്തെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ വീണ്ടും ഒരു തരിയായതോടെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളിൽ മാറ്റങ്ങളുമായി CPIM കളത്തിലിറങ്ങിയത്. തെക്കൻ കേരളത്തിൽ അടിത്തറയിളക്കിയ തിരിച്ചടിക്ക് കാരണം ഈഴവ വോട്ടുകൾ കൂട്ടത്തോടെ കൊഴിഞ്ഞുപോയതാണെന്ന തിരിച്ചറിവിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കൂടുതൽ ചേർത്ത് പിടിക്കാനായിരുന്നു ശ്രമം. മലപ്പുറത്തെയും മതന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ മലീമസമായ പ്രസ്താവനകളെ പാർട്ടി കണ്ടില്ലെന്ന് നടിച്ചു. പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പ്രവീൺ തൊഗാഡിയെ എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പലതവണ പുകഴ്ത്തി. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ വെള്ളാപ്പള്ളിയും എത്തിയതോടെ ഉദ്ദേശം വ്യക്തം. പാർട്ടിയുടെ കരുതലിന് വെള്ളാപ്പള്ളി തിരിച്ചു നൽകിയത് ഇരട്ടി സ്നേഹം. മുഖ്യമന്ത്രിയെ നിരന്തരം പുകഴ്ത്തിയും മൂന്നാമതും പിണറായി സർക്കാർ ഉണ്ടാകുമെന്ന ഘടകകക്ഷികളെയും പാർട്ടി നേതാക്കളെയും വെല്ലുന്ന സ്വരത്തിൽ വെള്ളാപ്പള്ളി വാദിച്ചു. ഒപ്പം തരം കിട്ടുമ്പോഴെല്ലാം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കടന്നാക്രമിച്ചു. ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിന്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറക്ക് വഴികാട്ടാനും ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള സമീപനമാണ് മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്, അല്ലാതെ അടിച്ചേൽപ്പിക്കലല്ലോ. അതിനോട് നമ്മൾ സഹകരിക്കുക. എന്നാൽ CPIM പ്രതീക്ഷകൾ അപ്പാടെ തള്ളുന്നതായിരുന്നു തദ്ദേശ ജനവിധി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളുടെ അനുരണങ്ങളെ തുടർന്നുണ്ടായ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിൽ ചെങ്കോട്ടകൾ ഉൾപ്പെടെ തകർന്നു. എന്നാൽ തിരിച്ചടി വെള്ളാപ്പള്ളി കാരണമല്ലെന്ന നിലപാട് CPIM ആവർത്തിക്കുന്നതിനിടെയാണ് CPIയുടെ എതിർശബ്ദം. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി അതിരുവിട്ട് ന്യായീകരിക്കുന്നതായി CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനം. മറുപടിയായി CPI ചതിയൻ ചന്തുവാണെന്ന വെള്ളാപ്പള്ളിയുടെ പരിഹാസം. ആ പ്രയോഗം 1000 തവണ ചേരുന്നത് വെള്ളാപ്പള്ളിക്കാണെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തിരിച്ചടി. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുവാനാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരും. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാട്ടിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. CPIയുടെ വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. ഉത്തരമില്ലാതായതോടെ റിപ്പോർട്ടറിന്റെ മൈക്ക് വെള്ളാപ്പള്ളി തട്ടിമാറ്റുന്നതും കേരളം ഇന്ന് കണ്ടു. ഈ കുറ്റം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളിയോ മാധ്യമങ്ങളോ? Meet the editors. വീഴ്ത്തിയത് വെള്ളാപ്പള്ളിയോ എന്നാണ് ചോദ്യം. ഇന്ന് വെള്ളാപ്പള്ളി ക്ഷുഭിതനായിട്ടാണ്, റിപ്പോർട്ടറുടെ മൈക്കാണ് തട്ടിപ്പറിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് വളരെ ആരോഗ്യകരമായ വിമർശനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ മൈക്ക് തട്ടിമാറ്റുക എന്നൊക്കെ പറയുന്നത്, ഇതൊരു പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ ഈ രീതിയിൽ തട്ടിമാറ്റി പ്രതിഷേധിക്കുന്നതൊക്കെ കാണുന്നത്. ശാരീരികമായി വീഴ്ത്തിയത് വെള്ളാപ്പള്ളിയും ആണ് എന്നതാണ് എൻ്റെ ഉത്തരം. അതിലാണ് ഞാൻ യെസ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നത് എന്നുള്ളതാണ്. കാരണം തോൽവിക്ക് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ CPIയുടെ വിലയിരുത്തലാണല്ലോ നമ്മൾ ആദ്യമായി പറയുന്നത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണ്. രണ്ടാമത്തത് സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമായിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ, ആ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനയിൽ ഒന്നാം ഭാഗത്ത് വെള്ളാപ്പള്ളി നിൽക്കുന്നു, രണ്ടാം ഭാഗത്ത് പിണറായി വിജയൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിലും അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയൊരു ആശങ്കയുണ്ട്. എങ്ങോട്ടാണ്, എന്താണ് ഈ നിലപാട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി പറയുന്ന വർഗീയ പ്രസ്താവനകളിൽ ഒരു പ്രതികരണവും നടത്താത്തത്. പിന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. CPI അറിയിക്കുന്നില്ല, മുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നില്ല. CPIM ഒറ്റയ്ക്കെടുക്കുന്നു എന്നതിനപ്പുറം
പിണറായി വിജയൻ ഒറ്റയ്ക്കെടുക്കുന്നു. അത് പാർട്ടി പോലും CPM പോലും അറിയാതെ പിണറായി വിജയൻ തീരുമാനമെടുക്കുന്നു, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. പലപ്പോഴും പിണറായി വിജയൻ നടത്തുന്ന പ്രസ്താവനകൾ എത്രത്തോളം ഗുരുതരമാണ്, ആ പ്രസ്താവനകൾ ദോഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റുക എന്ന UDF അജണ്ട എളുപ്പത്തിൽ നടപ്പാക്കാൻ ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവന കാരണമായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ കാരണമായി എന്നുള്ളതാണ്. മലപ്പുറം കാര്യത്തിൽ പിണറായി വിജയൻ നടത്തിയ ഇന്റർവ്യൂ, അതിനുശേഷം അദ്ദേഹം നടത്തിയ വിശദീകരണം, ഇതൊക്കെ തന്നെയും നമുക്കറിയാം. PV അൻവർ എത്ര ദിവസം ആ വിഷയം ഏറ്റെടുത്ത് പ്രതികരിച്ചു എന്നുള്ളത്, അതൊക്കെ തന്നെ മലബാറിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട് CPM എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പല നടപടികളും UDF ജോലി എളുപ്പമാക്കി എന്നുള്ള വിലയിരുത്തൽ CPM നടത്തുമ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ, അതായത് മുഖ്യമന്ത്രിക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയാണ് കുഴപ്പമായത് എന്ന ഒരു വിലയിരുത്തൽ നടത്താൻ CPM ഇപ്പോൾ കഴിയുന്നുണ്ടോ? CPM സംസ്ഥാന നേതൃത്വത്തിന് അതിന് അങ്ങനെ ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആരും ചോദ്യം ചെയ്യാനല്ലാത്ത ഒരു നേതാവായി വെള്ളാപ്പള്ളി നിർത്തുമ്പോൾ ആരാണ് തിരുത്തുക എന്നൊരു ചോദ്യമുണ്ട്. ആ തിരുത്തലുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുന്നത്. വെള്ളാപ്പള്ളി ഇന്നും പറയുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറത്ത് തനിക്ക് സ്ഥാപനങ്ങളില്ല, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് അർഹമായ സ്ഥാപനങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 9.5 വർഷം നടപ്പാക്കാമായിരുന്നല്ലോ. പിണറായി വിജയന് മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ മൂന്നാമതും വരുമെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സിനിമയിലുണ്ടല്ലോ, മാൻഡ്രേക്ക് എന്ന് പറയുന്ന പോലെ വെള്ളാപ്പള്ളി കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ നേതാവിന് പരാജയം ഉറപ്പ് എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ പിണറായി വിജയൻ 3-ാം വട്ടം വരുമെന്ന് മുഷ്ടി ചുരുട്ടിയൊക്കെ ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനു മുന്നേ അദ്ദേഹം പറഞ്ഞത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണോ നേരത്തെ വർഗീയ നിലപാടെടുത്തത് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അത് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഈ 9.5 വർഷമായിട്ട് അത് കിട്ടാത്തതിനെക്കുറിച്ച് പരാതിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് റഹീസിന്റെ കൈ തട്ടി മാറ്റുന്നത്, നമ്മുടെ മൈക്ക് തട്ടി മാറ്റുന്നത്. അപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല കേട്ടോ, മാധ്യമങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ CPIയുടെ നിലപാട്, CPI എടുത്ത വിമർശനത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി അതിലൊരു പ്രധാന ഘടകമായതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചതിയൻ ചന്തു എന്ന പ്രയോഗം നടത്തിയത്. ചതിയൻ ചന്തു എന്ന പ്രയോഗം നടത്തുന്നു. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ്, അത് വളരെ മോശം മെസ്സേജാണ് എന്ന വിലയിരുത്തൽ പാർട്ടിയും നടത്തുന്നുണ്ട്, അതോടൊപ്പം CPM നടത്തുന്നുണ്ട്. ആ വിമർശനത്തോട് എങ്ങനെയാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പാനന്തരം പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. വഴിയിൽ പോകുന്ന ഒരു വൃദ്ധനെ വാഹനത്തിൽ കയറ്റുന്നു എന്ന രൂപത്തിൽ, ഒരു സഹതാപം തോന്നി വാഹനത്തിൽ കയറ്റുകയായിരുന്നു എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ അതങ്ങനെയാണോ അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ജനത്തിന് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആ നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല. അതായത് വെള്ളാപ്പള്ളിയുടെ നിലപാട് അത് അതേപടി തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ സൂചനയായിരുന്നു ആ പ്രതികരണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടത്. അപ്പോൾ അറിയേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ചേർത്ത് നിർത്തൽ തുടരുമോ? അങ്ങനെ ചേർത്ത് നിർത്തൽ തുടരുകയാണെങ്കിൽ CPM എന്ത് നിലപാടെടുക്കും എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വീഴ്ത്തിയത് വെള്ളാപ്പള്ളി കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തിയത് വെള്ളാപ്പള്ളിയാണോ എന്നതാണ് ചോദ്യം. ജിമ്മി. വെള്ളാപ്പള്ളി അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളി ഒരു പ്രതീകം മാത്രമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും എൻഡോസ് ചെയ്യുമ്പോൾ CPMനും ഇടതുപക്ഷ സർക്കാരിനും പിണറായി വിജയനൊക്കെ വ്യക്തമായി അറിയാം തങ്ങൾ എന്താണ് പറയുന്നത്, ആരെയാണ് എൻഡോസ് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി ഒരു ടൂൾ മാത്രമായിരുന്നു. അതിലൂടെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം LDF വേറൊരു രാഷ്ട്രീയ ലൈനാണ് പിടിച്ചത്. ആ രാഷ്ട്രീയ ലൈനിന് പറ്റിയ ആളായിരുന്നു വെള്ളാപ്പള്ളി. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഷോള് കിട്ടി, വെള്ളാപ്പള്ളിയെ വാഹനത്തിൽ കൊണ്ടുപോയി, അതെല്ലാം ചെയ്തു. ഇതെല്ലാം വെള്ളാപ്പള്ളിക്കല്ല, വെള്ളാപ്പള്ളി പറഞ്ഞതിനും കൂടി CPM കൊടുത്ത കയ്യടിയാണ്. അതാണ് ഇപ്പോൾ ഒരു ഷോ ഡൗണിലേക്ക് വന്ന് നിൽക്കുന്നത്. CPI പറയുന്നു ഇത് ചെയ്തത് മുഴുവൻ തെറ്റ്. ഇന്ന് പരസ്യമായി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ വിശദമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും CPM പറഞ്ഞ കാരണങ്ങൾക്ക് വ്യത്യസ്തമായി ഞങ്ങൾ തോറ്റത് ജനങ്ങളുടെ അതൃപ്തിയാണ്. ആ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങളും ചെയ്തിട്ടും ഞങ്ങളോട് അതൃപ്തി കാണിച്ചു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും എന്ന് വ്യക്തമായി പറഞ്ഞു. അത്രയേ ബിനോയ് വിശ്വത്തിന് CPI സംസ്ഥാന സെക്രട്ടറിക്ക് പുറത്ത് പറയാൻ പറ്റൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സമ്മേളനത്തിനകത്ത് നടന്ന വിശദമായ വിമർശനത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലി, CPMൻ്റെ ഏകാധിപത്യം, അതുതന്നെ CPM പോലും അറിയാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം CPIയുടെ സമ്മേളനത്തിനകത്തും അവരുടെ ഔദ്യോഗികമായ എല്ലാവരുടെയും കൺസെൻസസും അതിലാണ്. പക്ഷേ പുറത്ത് പറയുമ്പോൾ CPMന് ഘടകവിരുദ്ധമായി ഞങ്ങൾ തോറ്റത് ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, ജനങ്ങളുടെ അതൃപ്തിയുണ്ട്, അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട് അകന്നു എന്ന് എടുത്തു പറഞ്ഞു ഇന്ന് ബിനോയ് വിശ്വം. ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതെന്തുകൊണ്ട് എന്നുള്ളതും പറഞ്ഞു. CPMൻ്റെ ലൈൻ അങ്ങനെ ആയിരുന്നില്ല, ന്യൂനപക്ഷങ്ങൾ മാറിയിട്ടുണ്ട്, പക്ഷേ മലപ്പുറത്ത് പോലും ഞങ്ങൾക്ക് ഒരുപാട് വോട്ട് കിട്ടി എന്നൊക്കെ പറയുകയും ചെയ്തതാണ്. അതിനുശേഷം പിണറായി വിജയനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി ക്ലാസിക്കാണ്. ആരിലും തൃപ്തനല്ലല്ലോ, ഞാൻ എന്നിൽ തൃപ്തനല്ലല്ലോ, നിങ്ങൾ തൃപ്തനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മിസ്റ്റേക്കായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യങ്ങൾ കൃത്യമായി CPI ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് വെള്ളാപ്പള്ളി വേഴ്സസ് ബിനോയ് വിശ്വം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇനിയാണ് കളി.
വെള്ളാപ്പള്ളി നടേശനിലൂടെ CPM-നെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു വഴിയായി മാറാൻ പോവുകയാണ് CPI-ക്ക്. കാരണം ഇന്ന് വെള്ളാപ്പള്ളിയുടെ വിമർശനത്തോട് എടുത്തു പറഞ്ഞുകൊണ്ട് ചതിയൻ ചന്തു ഞാനല്ല താനാണ് എന്ന് മാത്രമല്ല ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. വെള്ളാപ്പള്ളി അല്ല LDF, വെള്ളാപ്പള്ളി ആകരുത് LDF എന്നുകൂടി പറഞ്ഞു വെച്ചു ബിനോയ് വിശ്വം. ഇനി അറിയേണ്ടത് ഇടതുമുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ചതിയൻ ചന്തു എന്ന് വിളിച്ചിരിക്കുകയാണ്. എന്താണ് CPM-ൻ്റെ മറുപടി ഇതിനകത്ത്? CPM-ൻ്റെയോ അതല്ലെങ്കിൽ LDF കൺവീനറോ പ്രതികരിക്കുമോ? ഇതുവരെ നമ്മളാരും പ്രതികരണമൊന്നും കണ്ടിട്ടില്ല. പ്രതികരണം ഉണ്ടാകുമോ? വെള്ളാപ്പള്ളിയെ ഇനിയും CPM പൊതിഞ്ഞു പിടിക്കും. അത് വെറുതെ പറയുന്നതല്ല. വെള്ളാപ്പള്ളിയുടെ പല വർഗീയ പരാമർശങ്ങളിലും CPM മൗനം പാലിച്ചിട്ടുണ്ട്. അവസാനം നമുക്കൊക്കെ ഓർമ്മയുള്ളതുപോലെ ഒരു പരാമർശത്തിൽ, സമയക്കുറവുകൾ ഞാനത് പറയുന്നില്ല, ഒരു 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 സഖി കേട്ടപ്പോൾ CPM-ൻ്റെ ഭാഗത്തൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പോലും പറയാതെയായിരുന്നു മതസൗഹാർദ്ദം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രസ്താവന വന്നത്. അങ്ങനെയൊക്കെ വെള്ളാപ്പള്ളിയെ പൊതിഞ്ഞു പിടിച്ച അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. വെള്ളാപ്പള്ളി ആയതുകൊണ്ടല്ല കേട്ടോ. കാരണം 2016 വെള്ളാപ്പള്ളി നടേശൻ ഇതിലും വലിയ വർഗീയ പരാമർശം നടത്തുമ്പോൾ അന്ന് അദ്ദേഹത്തെ കേരള തൊഗാഡിയ എന്ന് വിളിച്ച ആളുടെ പേരും പിണറായി വിജയനാണ്. അതേ വെള്ളാപ്പള്ളി തന്നെയാണ് 2024-25 നിൽക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നതിൻ്റെ പിന്നിൽ ഒരു CPM-ൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ CPI-യും CPM-ഉം വെള്ളാപ്പള്ളിയെ ചൊല്ലി തെറ്റുകയാണോ? അത് നാളെ അറിയാം. വെള്ളാപ്പള്ളിയുടെ ഈ വിഷയത്തിൽ നാളെ CPM നേതാക്കൾ എന്തു പറയും, LDF കൺവീനർ എന്തു പറയും? എത്ര കാലം വെള്ളാപ്പള്ളിയെ CPM പൊതിഞ്ഞു പിടിക്കും? വെള്ളാപ്പള്ളിയെ തള്ളി പറയുക CPM എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ അകറ്റിയ ഒരു നിലപാട് CPM-ന് മൊത്തത്തിലുണ്ടായിരുന്ന നിലപാട് തിരിച്ചടിച്ചോന്നും CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ഇനിയും മിണ്ടാതിരിക്കുകയാണെങ്കിൽ, വെള്ളാപ്പള്ളിയെ തള്ളി പറയുന്നില്ലെങ്കിൽ CPM അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്, അവരുടെ ലക്ഷ്യത്തിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുണ്ടാക്കിയ ആ പൊളിറ്റിക്കൽ ലൈൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട്, അതായത് ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി പോകാതെ നോക്കണം എന്ന നിലപാട് നിലനിർത്താൻ പോവുകയാണ്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു പരമ അബദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെങ്കിലും CPM മറുപടി പറയേണ്ടി വരും. 3 ജില്ലകൾ, അതായത് മലപ്പുറം, വയനാട്, അതുപോലെ തന്നെ കാസർഗോഡ്, ഈ 3ഇടത്തും നമുക്ക് യാതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ കാലത്ത് ഇടതുപക്ഷ സർക്കാരായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതിഷേധിച്ച് മാറിപ്പോവുകയാണ് ചെയ്തത്. മൈക്ക് തട്ടി മരുന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോഴത്തെ ചുണ്ടി എന്ന് പറഞ്ഞ് വിട്ടുള്ളൂ. അതല്ല വിഷയം. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് CPM-ൻ്റെ നിലപാടെന്താണ്? LDF സർക്കാരിൻ്റെ നിലപാടെന്താണ്? അവിടെ വെള്ളാപ്പള്ളി മലബാറിനെ കുറിച്ച് നടത്തിയ വിമർശനം ഇന്നും തുടരുമ്പോൾ ഇനിയെങ്കിലും CPM അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്നുള്ളതിലാണ് എനിക്കറിയാൻ താല്പര്യം. ബാക്കിയൊക്കെ ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതല്ല കാര്യം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ സിമ്പൽ, ആ സിമ്പലിനെ തള്ളിപ്പറയാൻ ഇന്നെങ്കിലും CPI തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. നാളെ CPI നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. CPM എന്ത് ചെയ്യും? നോക്കിയിരുന്ന കാണാം. വീഴ്ത്തിയത് വെള്ളാപ്പള്ളിയോ എന്നുള്ളതാണ് ചോദ്യം. വെള്ളാപ്പള്ളിയുടെ നാവ് നിയന്ത്രിക്കേണ്ട സമയമായി എന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിർഭാഗ്യവശാൽ പിണറായി വിജയൻ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതിലാണ് ഏറെ സങ്കടകരമായ കാര്യമുള്ളത്. കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഇടതുപക്ഷത്തിന് നേരത്തെയുണ്ട്. ഞാൻ വായിക്കുകയായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഏപ്രിൽ നിലമ്പൂരിൽ ചുങ്കത്തറയിൽ നടത്തിയ പ്രസംഗത്തിലെ ആ വാചകങ്ങളുണ്ടല്ലോ, ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാൻ കൊള്ളില്ല. എങ്കിലും ഞാനത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടുവരാം. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും ചില ആളുകളുടെ രാജ്യമാണെന്നും മലപ്പുറത്ത് സ്വതന്ത്ര വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും ജീവിക്കാൻ കഴിയുകയില്ല എന്ന വളരെ വാസ്തവവിരുദ്ധമായ ചരിത്രവിരുദ്ധമായ കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഇങ്ങനെയൊരു വാചകം പറയുന്നത് ആരാണ്? ഇത് യഥാർത്ഥത്തിൽ പറയുന്നത് ഒരു സംഘപരിവാറിൻ്റെ അനുയായിയാണ് എന്ന് സംശയിക്കാൻ അത്ര വലിയ രാഷ്ട്രീയ ഉൾക്കാഴ്ചയൊന്നും വേണ്ട. മിനിമം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അടുത്ത കാലത്ത് BJP സംഘപരിവാർ രാഷ്ട്രീയ നേതാക്കൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയെക്കുറിച്ചുമുള്ള മിനിമം ധാരണ മതി. പക്ഷേ അതിനെ പിണറായി വിജയൻ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഒരു പാർട്ടിക്കെതിരെയുള്ള വിമർശനം എന്ന നിലയിലാണ്. അങ്ങനെയല്ല, ആ വാക്ക് വളരെ കൃത്യമാണ്. മലപ്പുറം എന്നു തന്നെ പറയുന്നു, ഒരു പ്രത്യേക രാജ്യമാണ്. എന്ത് രാജ്യമാണ് മലപ്പുറം? ആ രാജ്യത്ത് ജനിച്ചയാളല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ? ആ രാജ്യത്ത് ജനിച്ച മനുഷ്യൻ്റെ ഭാഷയിലല്ലേ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ തന്നെയല്ലേ ജനിച്ചത് മേൽപ്പത്തൂർ? ഈ നാട്ടിൽ തന്നെയല്ലേ ജനിച്ചത് ഈ പറയുന്ന വള്ളത്തോൾ, കുട്ടിക്കൃഷ്ണൻ മാരാർ? അങ്ങനെ തുടങ്ങി മലയാള സാഹിത്യത്തിലെയും സംസ്കാരത്തിനെയും ഒക്കെ പ്രതിനിധീകരിച്ച എത്രയോ മഹാനുഭാവന്മാരായ ആളുകൾ, കെ ദാമോദരൻ, പാട്ടമാക്കി എഴുതിയ കെ ദാമോദരനും EMS നമ്പൂതിരിപ്പാടിനുമൊക്കെ ജന്മം കൊടുത്ത നാട് എങ്ങനെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം രാജ്യമായി മാറുന്നത്? അതിന് പിന്നിലുള്ളത് ഒരു ഇസ്ലാമോഫോബി
ഇസ്ലാമോഫോബിക്കായ സംഘപരിവാർ യുക്തിയാണ്. ഇതേ യുക്തി ഞങ്ങളുടെ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഒക്കെ വേണമെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ചാർത്തി തരാം. അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രമാണി വന്നിട്ട് വേണമെങ്കിൽ ഇതേപോലെ പറയാം, ഇതാ ഞങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക രാജ്യത്തിലാണ്, തിരുവനന്തപുരത്ത് 66% വരുന്നത് ഹിന്ദുക്കളാണ്, ഞങ്ങൾ കേവലം 16% മാത്രമേ ഉള്ളൂ, മലപ്പുറത്താണെങ്കിൽ 26% ഹിന്ദുക്കളുണ്ട്, ഞങ്ങൾ രാജ്യത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് ന്യായീകരണമാണ് ഉണ്ടാവുക? ഇത് മനസ്സിലാക്കാനുള്ള മിനിമം ഇടതുപക്ഷ ബോധ്യമില്ലാതെയല്ല ഈ പിണറായി വിജയനാണെങ്കിലും ശരി, CPM-ലെ മുതിർന്ന നേതാക്കളാണെങ്കിലും ശരി, വെള്ളാപ്പള്ളി നടേശനെ തുറന്നെതിർക്കാതെ പോകുന്നത്. ഇതിനകത്തൊരു വലിയ അപകടമുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? തൊഴിലുറപ്പ് മാത്രമാണ് ഈ മലപ്പുറത്ത് ഈഴവർക്ക് രക്ഷയെന്നാണ് പറയുന്നത്. ഈ നേരത്തെ ജിബി പറഞ്ഞതുപോലെ 3 ജില്ലകളിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. സർ, നിങ്ങൾക്കറിയുമോ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പുരോഗതി നേടിയ ജില്ലയുടെ പേര് മലപ്പുറം എന്നാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളിൽ A+ സർവകലാശാലകളിൽ മികച്ച റാങ്കും വാങ്ങുന്നത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല, അവിടെയുള്ള മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ഈഴവ വിദ്യാർത്ഥികളും നായർ വിദ്യാർത്ഥികളും അടക്കം ഹിന്ദു വിദ്യാർത്ഥികളടക്കമാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ് ലജ്ജാകരമായിട്ടുള്ള കാര്യം. ശിവഗിരിയിൽ ഇന്ന് 93ാമത് തീർത്ഥാടനം തുടങ്ങിയ ദിവസമാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ കലഹിക്കരുതെന്ന് മനസ്സുകൊണ്ട് മാത്രമല്ല തൻ്റെ യുക്തി കൊണ്ടും തൻ്റെ ബോധ്യം കൊണ്ടും കരുതിയ ഒരു മനുഷ്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ ഇടത്തു വെച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നും അതേ രീതിയിൽ ആവർത്തിച്ചിരിക്കുന്നത്. എവിടെയാണ് കേരളത്തിലെ ഈഴവർ വിദ്യാഭ്യാസ രീതിയിൽ പിന്തള്ളപ്പെട്ടു പോയത്? കേരളത്തിൽ ഒരേ ഒരു ഓപ്പൺ സർവകലാശാലയിലേ ഉള്ളൂ. ആ ഓപ്പൺ സർവകലാശാല ആരുടെ പേരില്ല? ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു ഓപ്പൺ സർവകലാശാലയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയുമോ അത് കൊല്ലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് സ്ഥാപിച്ചത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ്. നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശന് പറയാമായിരുന്നല്ലോ അങ്ങ് മലപ്പുറത്ത് കൊണ്ടുപോയി ഈ SN ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കാമെന്ന്. ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് ചോദിച്ച ചോദ്യം യുക്തിപരമായ ചോദ്യമായിരുന്നില്ലേ? ആ മലപ്പുറത്ത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ആരനുവദിക്കുന്നില്ല? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് ഇനിയും 3ാം വട്ടം അധികാരത്തിൽ വരണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്ന അതേ പിണറായി സർക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി സർക്കാരിനെതിരെ വിമർശിക്കുകയാണോ നിങ്ങൾ ചെയ്തത് എന്ന ചോദ്യമാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ചോദിച്ചത്. അതുകൊണ്ട് റിപ്പോർട്ടറുടെ മൈക്ക് തള്ളി മാറ്റുമ്പോൾ ആ ശുണ്ഠിയുണ്ടല്ലോ, ആ ശുണ്ഠി ആ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അങ്ങയുടെ പ്രായോഗിക പരിജ്ഞാനത്തെയും SNDP-യെ കഴിഞ്ഞ കുമാരനാശാന്റെ കാലത്തിനേക്കാൾ കൂടുതൽ നയിച്ച അങ്ങയുടെ പാരമ്പര്യത്തെയും പ്രവർത്തന പരിചയത്തെയും ഒക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ബഹുമാനമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന നിലയിലേക്ക് താങ്കൾ മാറുമ്പോൾ അത് വിമർശിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മൈക്ക് തട്ടി മാറ്റിയാൽ ഈ വിമർശനം നിലച്ചു എന്ന് അങ്ങ് കരുതരുത്. അങ്ങ് മൈക്ക് തട്ടി മാറ്റിയത് ഞങ്ങൾക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ്. കാരണം ഞങ്ങളുടെ മൈക്കിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയോടുള്ള വിമർശനമുണ്ടല്ലോ, കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടുള്ള ആ വിമർശനം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് വിനീതമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മലപ്പുറത്ത് സ്കൂളുകൾ കുറഞ്ഞുപോയി എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല. മലപ്പുറത്തെ സ്കൂളുകളിൽ പഠിക്കുന്നതും എല്ലാത്തരം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ആ സ്കൂളുകളൊക്കെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന രാഷ്ട്രീയം സമവായത്തിൻ്റെ രാഷ്ട്രീയമാണ്, മതമൈത്രിയുടെ രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വാഗൺ ട്രാജഡി മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയാണ് മാപ്പിള ലഹള എന്ന പേരിൽ നിങ്ങൾ കളിയാക്കി വിളിച്ച സമരത്തെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം ജീവിക്കുന്നത്. മലപ്പുറം മൈത്രിയുടെ പേരിൽ അറിയപ്പെടും. ഒരാന ചെരിഞ്ഞാൽ അത് പാകിസ്ഥാനിലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായ മനുഷ്യരുടെ ഇടയിൽ മലപ്പുറത്തെ മാത്രം വേർതിരിച്ചു നിർത്താനുള്ള ഇസ്ലാമോഫോബിക് രാഷ്ട്രീയത്തെ ഇടതുപക്ഷം പിന്താങ്ങരുത് എന്നതാണ് എൻ്റെ പക്ഷം. വെള്ളാപ്പള്ളി അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തിയത്, അതൊരു കാരണം മാത്രമാണ്. അത് ന്യൂനപക്ഷ ഏകീകരണം മറുഭാഗത്തേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി. അതിനോടൊപ്പം PMC അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലതുപക്ഷത്തേക്ക് ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കുന്നതിന് ക്രോഡീകരിക്കുന്നതിനുള്ള രാഷ്ട്രീയ പശ്ചാത്തലമായി മാറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും രാഷ്ട്രീയമായിട്ടുള്ള മനസ്സിലാക്കൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത്, അങ്ങ് എത്ര തട്ടിമാറ്റിയാലും ആ മൈക്കിലൂടെ നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വീണ്ടും അങ്ങയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തിപരമായ വെള്ളാപ്പള്ളിയോട് നമുക്കൊരു വിരോധവുമില്ല. പക്ഷേ അങ്ങ് ഇപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ തീക്കൊള്ളികൊണ്ട് തലചൊറിയലാണ്. എപ്പോൾ വേണമെങ്കിലും പച്ചവെള്ളത്തിന് തീപിടിക്കാവുന്ന ഒരു സാമൂഹിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഈ കേരളത്തിൻ്റെ സാമൂഹിക ആരോഗ്യത്തെ അങ്ങായിട്ട് ദുർബലപ്പെടുത്തരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. വീഴ്ത്തിയത് വെള്ളാപ്പള്ളി എന്ന ചോദ്യത്തിന് യെസ് എന്നൊരാൾ, നോ എന്നിട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
Meet the editors.